ഓർത്തഡോക്സ് സഭയ്ക്ക് അദ്ദേഹത്തോട് വളരെയധികം കടപ്പാടുണ്ട്. സുറിയാനി ആരാധനാ ഗീതങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി, പോനാട്ട് മാത്തൻ നൽപ്പാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നിവരോടൊപ്പം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും പ്രവർത്തിച്ചു. 1893 പൊന്നിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസു തിരുമേനി കോട്ടയത്ത് MD സ്കൂൾ സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ മലയാളം മനുഷ്യയായി നിയമിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയായിരുന്നു. മലങ്കര സഭ എന്നും അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യം അതാണ്. മലയാള മനോരമയിലും അദ്ദേഹത്തിൻ്റെ സേവനം വർഗീസ് മാപ്പിള പ്രയോജനപ്പെടുത്തി. ഈ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മലങ്കര സഭയ്ക്ക് അതിൻ്റെ ആരാധനാ സംഗീതത്തിലേക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പ്രവേശനമുണ്ടായത്. സുറിയാനി ഗാനങ്ങളോട് കിടപിടിക്കുന്ന ആരാധനാ ഗീതങ്ങൾ മലങ്കര സഭയ്ക്ക് അത് മുഖാന്തരം ലഭിക്കുകയുണ്ടായി. വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ ആലപിക്കുന്ന ഒരു ഗീതമുണ്ട്. ഇന്ന് ദീപം തെളിയിച്ചതായ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛനും സംഘവും ഇവിടെ പാടിയതാണ്. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, ബൈ ദ ലൈറ്റ് വി സീ ദ ലൈറ്റ് എന്നുള്ളതായ ഗീതം. സുറിയാനി ഗാനത്തിലെ ആശയം നഷ്ടപ്പെടാതെ മലയാളത്തിൽ അതേ രാഗത്തിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് മലങ്കര സഭയ്ക്ക് അദ്ദേഹത്തുള്ളതായ കടപ്പാടിൻ്റെ മറ്റൊരു കാര്യം. മൂന്നാമതായിട്ട്, ഇതുകൂടാതെ വിശുദ്ധ കുർബാന മധ്യേ ആലപിക്കുന്നതായ ഓർത്തഡോക്സ് സഭയുടെ സവിശേഷമായ കുർബാന ആരാധനയിൽ ആദ്യമേ ചൊല്ലുന്നതായ 2 ഗീതങ്ങളുണ്ട്. ഭൂവിലാശേഷം, മറ്റൊന്ന് പൗലോസ്ലീഹ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ചൊല്ലുന്നതായ അൻപുടയോനെ നിൻവാതിൽ. ഈ ഗീതങ്ങൾ 3ഉം വളരെ അനുഗ്രഹകരമായിട്ട് ധ്യാനാത്മകമായി രചിച്ചു നൽകിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെയും കൂടാതെ മഹാകവി വള്ളത്തോളിൻ്റെയും സേവനം മലങ്കര സഭയുടെ ആരാധനാക്രമങ്ങൾ മലയാള ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യുന്നതിന് സാധിച്ചു. അതിന് പരിശുദ്ധനായ പരിമല തിരുമേനിയും നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതും ഇവിടെ വിസ്മരിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കടമറ്റത്ത് പള്ളിയെപ്പറ്റിയും അവിടെ ജീവിച്ചിരുന്ന പൗലൂസ് എന്ന കത്താനാനെ പറ്റിയും ആദ്യമായി മലയാളത്തിൽ എഴുതുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. അന്നത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പറ്റി സഭയ്ക്ക് വിലപ്പെട്ട വിവരങ്ങൾ ഈ ഐതിഹ്യ കഥകളിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ്. ഇപ്രകാരം കേരള സമൂഹത്തിനും വിശേഷിച്ച് മലങ്കര സഭയ്ക്കും ഭാഷാ സാഹിത്യ മേഖലകളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ അതുല്യ വ്യക്തിത്വമാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അദ്ദേഹത്തിൻ്റെ 170ാം ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ഈശ്വര അനുഗ്രഹമായി കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.